my dear viewers. Welcome to the third travel vlog of my channel, Ilya with Sri. എൻ്റെ ആദ്യത്തെ 2 എപ്പിസോഡുകളും കണ്ട് ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും സജഷൻസ് തന്നവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഒരുപാട് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് ഇടണം. പിന്നെ നമ്മൾ പോകുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ തൊടുപുഴയിലുള്ള 2 വെള്ളച്ചാട്ടം, തൊമ്മൻകുത്തും ആനചാടിക്കുത്തും 2 വെള്ളച്ചാട്ടവും പിന്നെ ഒരു ഹിൽ സ്റ്റേഷൻ, കാറ്റാടിക്കടവ് എന്നൊരു ഹിൽ സ്റ്റേഷൻ പോകണം എന്നുണ്ട്. സമയം അനുവദിച്ചാൽ നമ്മൾ അങ്ങനെ പോകാൻ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പാലയിൽ നിന്ന് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് തൊടുപുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അതിന് മുന്നേ എനിക്ക് ബ്ലോഗ് ചെയ്യാനായിട്ടൊരു സാധനം വാങ്ങണം കേട്ടോ. അത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ എഡിറ്റർ പറഞ്ഞു തന്നതാണ്. ഞങ്ങളുടെ ക്ലാസ്സൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്സസ്. അപ്പം എഡിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലൊരു എഡിറ്റർ ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. നമ്മൾ ഈ സെൽഫി സ്റ്റിക്കിന് പകരം, സെൽഫി സ്റ്റിക്കിൽ നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് ഷേക്കിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പരിഹരിക്കാനായിട്ട് എൻ്റെ പേരെന്താ ദേവു? ജിംബൽ സ്റ്റെബിലൈസർ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഡൗട്ടൊക്കെ വരുന്നത്. നിങ്ങളും ഇങ്ങനെ ഓരോ സജഷൻസൊക്കെ തരണേ വ്ളോഗ് നല്ലതാക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് വാങ്ങിക്കണം. പാലയിൽ നിന്ന് ആണ് നമ്മൾ വാങ്ങിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്കതൊന്ന് വാങ്ങിച്ചേക്കാം. ഇവിടെയൊക്കെ നോക്കി, ഈ 2 കടകളിലും നോക്കി, ജിംബൽ കിട്ടിയില്ല. അപ്പോൾ ഇനി എന്തായാലും നോക്കുന്നില്ല, ഓൺലൈൻ വരുത്താം. ഏതായാലും ഈ ഇപ്പോൾ പോകുന്ന വ്ളോഗുകളും കൂടെ നമുക്ക് സെൽഫി സ്റ്റിക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? ഇതിപ്പോ തൊടുപുഴ ടൗൺ നമ്മൾ ടച്ച് ചെയ്യുന്നില്ല കേട്ടോ. തൊടുപുഴന്ന് തിരിഞ്ഞ് ബൈപ്പാസ് വഴി പോവാണേ കേട്ടാ. തൊടുപുഴ എത്തുന്നതിന് മുന്നേ ബൈപ്പാസ് തിരിഞ്ഞു പോവാണേ. ബൈപ്പാസ് തിരിഞ്ഞ് നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ുള്ളിലാണ് ഈ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. ഈ ഒരു 11 മിനിറ്റോളം, ഒരു 5 കിലോമീറ്ററോളം ഇനി നമുക്ക് ഇത് ഇവിടെ കൂടെ ഇങ്ങനെ നമുക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. റോഡ് കുണ്ടും കുഴിയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഇനി നമ്മള് തൊമ്മൻകുത്തിലേക്ക് ഒരു 2 കിലോമീറ്റർ ആണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് റോഡ് ഇങ്ങനെ 2 ആയിട്ട് തിരിയുന്നുണ്ട്.
ഗൂഗിൾ മാപ്പിൽ പറഞ്ഞ് റൈറ്റിലോട്ട് തിരിയാൻ. ശരി, എന്നാൽ റൈറ്റിലേക്ക് പോയേക്കാം. അറ്റ് ലാസ്റ്റ് നമ്മളെത്തി കൂട്ടരെ, നമ്മളെത്തി. നമുക്കിനി പതുക്കെ ഇറങ്ങി സംഭവങ്ങളൊക്കെ എന്താന്ന് നോക്കിയേക്കാം. നമുക്ക് ഈ വഴി ഇങ്ങനെ നടന്നു പോകണം. നടന്നാ പോണ്ടേ. എന്തായാലും നമ്മൾ മീശപ്പുലിമല പോയതുപോലെ 10 കിലോമീറ്ററോളം ഒന്നും നടക്കണ്ട. വഴി കണ്ടിട്ട് കംഫർട്ടബിളായിട്ട് നടക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. കാടിനിടയിലൂടുള്ള നടത്തം. ആഹാ, വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. കാട് ഞങ്ങളെപ്പോഴും ആകർഷിക്കുന്ന, പോയാലും മതി വരാത്ത കാട്. പലതരത്തിലുള്ള കാടുകൾ. ഓരോ കാടിനും ഓരോ മണമാണ്. ഇതെന്താ ഇവിടെ പറഞ്ഞിരിക്കണേ? എൻട്രി ഇൻ ടു ദ റിവർ ഈസ് പ്രൊഹിബിറ്റഡ്. അപായം. മഴ സമയത്തൊക്കെയാണെങ്കിൽ നല്ലോണം വെള്ളം ഉണ്ടാവും. അപ്പോൾ താഴെക്കൂടെ വെള്ളം പോകുന്ന സൗണ്ട് കേൾക്കാം നമുക്ക്. സുഖകരമായിട്ടുള്ള തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അജിത്തും ദേവും ഫ്രണ്ടിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ, തൊമ്മൻകുത്തിനെ പറ്റിയതാ ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. നോക്കിയേ, ഇതുവരെ 24 പേർ ഇവിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. അടുത്തത് നിങ്ങളാവരുത്. നമ്മളിങ്ങനെ നടന്ന് കാട്ടിലൂടെ നടക്കുകയാണേ. എത്ര ദൂരം നടക്കണമെന്ന് അറിയത്തില്ല. എന്തോ ഒരു 7 ലെവല് ഇങ്ങനെ കടന്നു പോകാമെന്നാണ് പറയുന്നത്. തൊമ്മൻകുത്തിലെ ഏറ്റവും മുകളിലത്തെ ലെവൽ വരെ നമുക്ക് എത്തണം, അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണ് ഇപ്പം പറഞ്ഞു കേട്ടത് കേട്ടോ. പക്ഷേ തണുപ്പുണ്ട്. പിന്നെ വെള്ളം ഒഴുകുന്ന സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. ആ സൗണ്ട് പിന്നെ പല ബേർഡ്സ് കരയുന്ന സൗണ്ട്, അങ്ങനെയൊക്കെ. കണ്ടോ, പുഴയിലിറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നു. ഇവിടെ 6 പേർ മരിച്ചു. അടുത്തത് നിങ്ങളാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് കാരണം നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. നമുക്കിങ്ങനെ കാണാനേ പറ്റുള്ളൂ. പണ്ടിവിടെ തൊമ്മെന്ന് പറഞ്ഞൊരു ആദിവാസി ഭാഗത്ത് നിന്ന് മരിച്ചിട്ടുണ്ട് കേട്ടോ.
സമയത്ത് ഇതുവഴിയൊക്കെ വെള്ളം വരും. നമ്മൾ നടന്നു വന്ന ആ വഴിയൊക്കെ വെള്ളം വരുവേ. അപ്പോഴത്തേക്കും വേണ്ടിയിട്ട് നടക്കാനൊക്കെ ഇത് കെട്ടി വെച്ചിരിക്കണേ. പക്ഷെ ഇപ്പം അതൊക്കെ അടച്ചിരിക്കുക. ഇപ്പോൾ വെള്ളം കുറവല്ലേ. നമുക്ക് ഈ വഴി തന്നെയാണ് നമ്മൾ നടന്നു വന്നത്. അപ്പോൾ ഇതാണ് തൊമ്മൻകുത്ത്. നമ്മളേറ്റവും മുകളിലെത്തി നടന്ന്. കണ്ടോ, അവിടോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. അവരെല്ലാം കെട്ടി അടച്ചിരിക്കും. ഇത്രയും പേര് ഇവിടെ മരിച്ചത് കൊണ്ട് അടച്ചിരിക്കുക. അത് നമുക്ക് ഇതിലോട്ട് കയറി നിന്ന് നോക്കാം. ഉണ്ടോ, അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഇത്രയും മരണങ്ങൾ നടന്നുകൊണ്ടേ. മഴ സമയത്ത് ഇതൊന്നും അല്ല സ്ഥിതി എന്നാണ് പറയുന്നത്. നമ്മളിതിനകത്തേക്ക് കയറി ഇവിടെ നിന്ന് കണ്ടാൽ മതി എന്നുള്ളതാണ്. കാര്യം ആൾക്കാരെ വിട്ട് കഴിഞ്ഞാൽ പറയുന്നൊന്നും കേൾക്കാതെ. നല്ല കാടാണ്. ഈ വെള്ളത്തിനെ നല്ല ആഴമുണ്ട് കേട്ടോ. അതാ മഴ സമയത്ത് നിറച്ചും വെള്ളമായിരിക്കും. നമുക്കിവിടെ നല്ല ആഴമാണിത്. ഇതിനകത്ത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ആൾക്കാർ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇത്രയും മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഗൈഡിൻ്റെ സഹായത്തോടെ കാടിനുള്ളിലോട്ടൊരു 12 കിലോമീറ്ററോളം ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. അതിനൊക്കെ ബുക്ക് ചെയ്യണം. ഇതാ നമ്മൾ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം കണ്ടിറങ്ങി. അവിടെ നിന്ന് 2 കിലോമീറ്റർ മാറിയുള്ള ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടം കാണാൻ പോവണം. അപ്പോൾ ഈ റോഡ് ഇങ്ങനത്തെ റോഡാണേ. അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് 2 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്യേണ്ടത്. അപ്പോൾ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം ഇറങ്ങി ആ വഴി അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാണ് ഈ വഴി. എന്തായാലും ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത എപ്പിസോഡ്, അടുത്ത വ്ളോഗ് നമുക്ക് ആനച്ചാടിക്കുത്ത് വെള്ളച്ചാട്ടവുമായി കാണാം.